നമസ്കാരം. ഉല്ലേഖത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. പദം മാധ്യമമായിരിക്കുന്ന കലാസൃഷ്ടിയാണ് സാഹിത്യം. മലയാളത്തിൽ ആ മാധ്യമത്തിൻ്റെ എല്ലാ സാധ്യതകളും പരീക്ഷിച്ച ഒരു കവി അയ്യപ്പ പണിക്കരാണ്. അഗാധവും തീവ്രവും സങ്കീർണവും യുക്തിയതീതവുമായ ജീവിതത്തെ കൈക്കുമ്പിളിലൊതുക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഭാവനാശാലിയായ ഒരാൾക്ക് ചെയ്യാനാകുക ആ പ്രവാഹത്തിന് സമാന്തരമായി മറ്റൊരു സൃഷ്ടിക്കുകയാണ്. ഈ സൃഷ്ടിയാണ് അയ്യപ്പ പണിക്കർക്ക് കവിത. അദ്ദേഹത്തിൻ്റെ കവിതകളിൽ പദങ്ങളുടെ അർത്ഥബോധത്തിനുപരിയായി, അതായത് സെൻസിനുപരിയായി നിലനിൽക്കുന്നത് ഐന്ദ്രിയത, അതായത് സെൻസിബിലിറ്റിയാണ്. ആയതിനാൽ തന്നെ ആ കവിതകൾ നേരിട്ട് നമ്മളുടെ ഹൃദയത്തോടാണ് സംവദിക്കുന്നത്. മലയാള കവിതയിൽ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടിരുന്നിട്ടും ഏതാണ്ട് 2.5 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് അയ്യപ്പ പണിക്കർ ആദ്യ കവിതാ സമാഹാരം ഇറക്കുന്നത്. 1974 പുറത്തു വന്ന ഈ കവിതാ സമാഹാരത്തിന് സാമാന്യം ദീർഘമായ ഒരു അവതാരിക MV ദേവൻ എഴുതുന്നുണ്ട്. അത് അദ്ദേഹം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വ്യക്തികളല്ല, സമൂഹ മനുഷ്യനാണ് ശക്തിപ്പൊരുൾ എന്ന് വരുത്തി തീർക്കാനുള്ള എല്ലാ യത്നങ്ങളുടെയും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആധിപത്യ ദുർനയത്തിൻ്റെ നേർക്ക് കലാകാരനായ കവിക്ക് മാത്രം കൈക്കൊള്ളാൻ സാധിക്കുന്ന നിലപാടിൻ്റെ ഊറ്റവും ഊക്കും ഉള്ളതാണ് ഈ കവിതകൾ. ഇതിൽ വ്യക്തിസത്തയുടെ സരളദീപ്തിയുണ്ട്. ജീവിതത്തെ എന്നും ജീവിതവ്യമാക്കുന്ന സാഹസികതയുടെ ധീരസ്വപ്നങ്ങളും രൂപവൈചിത്ര്യങ്ങളുമുണ്ട്. പ്രവാചക ശബ്ദത്തിൻ്റെ ഗംഭീരമായ മുഴക്കവും. അയ്യപ്പ പണിക്കരുടെ 2 കവിതകളാണ് ഉല്ലേഖത്തിൽ ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. പ്രേമം എന്താണെന്നറിഞ്ഞിരുന്നില്ല ഞാൻ, താൻ ഇതുവരെ ധരിച്ചിരുന്നതല്ല യഥാർത്ഥ പ്രേമം എന്ന് ഒരാൾ തിരിച്ചറിയുന്നതിനെക്കുറിച്ചാണ് ഈ കവിത. പൂന്തോട്ടത്തിലെ പുൽക്കൊടിത്തുമ്പിൽ തിളങ്ങി നിൽക്കുന്ന മഞ്ഞുനുള്ളി കണ്ട് പ്രേമം എന്താണെന്ന് അറിയുകയാണ് അയാൾ. മടിയിലുറങ്ങുന്ന കുഞ്ഞിനെ നോക്കി നിൽക്കുന്ന ഒരമ്മയുടെ കണ്ണിൽ തിളങ്ങുന്ന കണ്ണുനീർ കണ്ട് പ്രേമം എന്താണെന്ന് അയാൾ അറിയുന്നു. നേടുന്നതിനേക്കാൾ നൽകുന്നതാണ് മഹത്വം എന്ന തിരിച്ചറിവിൽ യഥാർത്ഥ പ്രേമം എന്താണ് എന്ന് അറിയുന്നു. രാത്രി നിലാവിൽ പൂത്ത മുല്ലക്കൊടി കാണുമ്പോൾ, രാത്രി പകലുകളുടെ അനുസ്യൂതമായ യാത്ര കാണുമ്പോൾ, ജീവിതത്തിനെ ലളിത സൗന്ദര്യങ്ങൾ കാണുമ്പോൾ ജീവിതത്തോടുള്ള പ്രേമം എന്താണെന്ന് അയാൾ തിരിച്ചറിയുകയാണ്. പൂവിതൾ നീളെ കൊഴിഞ്ഞു കിടക്കുമി പൂവാടി തന്നിലെ പുൽക്കൊടിത്തുമ്പിതിൽ ജീവിതത്തിൻ്റെ പ്രകാശം സ്ഫുരിച്ചിടും നീഹാരബിന്ദുക്കൾ കാണും വരയ്ക്കുമി പ്രേമമെന്താണെന്നറിഞ്ഞിരുന്നില്ല ഞാൻ, പ്രേമമെന്താണെന്ന് അറിഞ്ഞിരുന്നില്ല ഞാൻ. കറ്റക്കിടാവിൻ മുഖം പാർത്തു ജീവിത സ്വപ്ന സത്യങ്ങൾ ഗ്രഹിക്കുന്നൊരമ്മമാർ താനേയൊഴുക്കും അശ്രുക്കൾ തുടയ്ക്കുന്ന ദീനമാം പുഞ്ചിരി കാണും വരയ്ക്കുമി പ്രേമമെന്താണെന്നറിഞ്ഞിരുന്നില്ല ഞാൻ, പ്രേമമെന്താണെന്ന് അറിഞ്ഞിരുന്നില്ല ഞാൻ. നാമാർക്കു വേണ്ടി പിറന്നു നമുക്കായി നേടിയതാര് ഈ അനുഭവസിദ്ധികൾ, നാമാർക്കു വേണ്ടി പിറന്നു നമുക്കായി നേടിയതാര് ഈ അനുഭവസിദ്ധികൾ. ഭാവന സർവം ലഭിക്കും നമുക്കു നാമേകും കണക്കിലെന്നോർക്കുന്നതുവരെ പ്രേമമെന്താണെന്നറിഞ്ഞിരുന്നില്ല ഞാൻ, പ്രേമമെന്താണെന്ന് അറിഞ്ഞിരുന്നില്ല ഞാൻ. ഇന്നലെ മുല്ല വിരിഞ്ഞു നിലാവിൻ്റെ വള്ളികൾ ചുറ്റിപ്പിടിച്ചു താരങ്ങളിൽ, കാലം ലഹരി പിടിക്കുന്നു, കാലം ലഹരി പിടിക്കുന്നു. നാം എന്തു കാണുന്നിതെങ്കിലും കാണും വരയ്ക്കുമി പ്രേമമെന്താണെന്നറിഞ്ഞിരുന്നില്ല ഞാൻ, പ്രേമമെന്താണെന്നറിഞ്ഞിരുന്നില്ല ഞാൻ. യുദ്ധം കഴിഞ്ഞു കിനാവു കിളിർത്തു പൂമെത്തയിൽ ചാരിയിരുന്നു മഹാജനം. രാവും പകലും വരുന്നു പോകുന്നതും രാഗവിലാസമായി കാണുന്നതുവരെ പ്രേമമെന്താണെന്നറിഞ്ഞിരുന്നില്ല ഞാൻ, പ്രേമമെന്താണെന്ന് അറിഞ്ഞിരുന്നില്ല ഞാൻ. ദൂരക്കിനാവിൻ്റെ പൊന്നലച്ചാർത്തുകൾ
പാകി വിരിക്കും മനുഷ്യമോഹങ്ങളെ. നേരാം വഴിയിലൊതുക്കവേ കേഴുന്ന ഭാവാത്മഗാനങ്ങൾ കേൾക്കും വരയ്ക്കുമി പ്രേമമെന്താണെന്നറിഞ്ഞിരുന്നില്ല ഞാൻ. ദൂരക്കിനാവിൻ്റെ പുന്നലച്ചാർത്തുകൾ പാകി വിരിക്കും മനുഷ്യമോഹങ്ങളെ. നേരാം വഴിയിലൊതുക്കവേ കേഴുന്ന ഭാവാത്മഗാനങ്ങൾ കേൾക്കും വരയ്ക്കുമി പ്രേമമെന്താണെന്നറിഞ്ഞിരുന്നില്ല ഞാൻ. ദൂരക്കിനാവിൻ്റെ പൊന്നലച്ചാർത്തുകൾ പാകി വിരിക്കും മനുഷ്യമോഹങ്ങളെ. നേരാം വഴിയിലൊതുക്കവേ കേഴുന്ന ഭാവാത്മഗാനങ്ങൾ കേൾക്കും വരയ്ക്കുമി പ്രേമമെന്താണെന്നറിഞ്ഞിരുന്നില്ല ഞാൻ. പ്രേമമെന്താണെന്ന് അറിഞ്ഞിരുന്നില്ല ഞാൻ. ശിലായുഗ മനുഷ്യരെ ആധുനിക മനുഷ്യരാക്കിയ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു തീയുടെ കണ്ടുപിടുത്തം. മിന്നലായും അഗ്നിപർവ്വത സ്ഫോടനങ്ങളായും തങ്ങൾ കണ്ട അഗ്നിയെ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കാനും അതിനെ നിയന്ത്രിക്കാനും അനേക കാലം കൊണ്ട് പഠിച്ചെടുക്കുകയായിരുന്നു മനുഷ്യർ. ദേവന്മാർക്ക് മാത്രം സ്വന്തമായിരുന്ന തീ മനുഷ്യർക്ക് തന്ന പ്രൊമീത്യൂസിൻ്റെ കഥയും അതിന് അദ്ദേഹം സ്വീകരിക്കേണ്ടി വന്ന ശിക്ഷയും ഗ്രീക്ക് പുരാണങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇവിടെ അഗ്നിപൂജയിലെ അഗ്നി ഒരു പ്രതീകമാണ്. പ്രപഞ്ച സൃഷ്ടി, സ്ഥിതി, സംഹാരങ്ങളുടെ കാരണമായ ഊർജത്തിൻ്റെ പ്രതീകം. വൃക്ഷങ്ങളിൽ പച്ചപ്പൊടിപ്പുകൾ തുന്നിവെക്കുന്ന കാരുണ്യം, അയൽപക്കത്തെ പടിപ്പുര വിളക്കിലെ സൗഹൃദ മധുരമായ നേർത്ത വെളിച്ചം, മേഘത്തെ കടലാക്കുകയും കല്ലിനെയും മലകളെയും പുഴകളാക്കുകയും ചെയ്യുന്ന കാലത്തിൻ്റെ ഊർജപ്രവാഹം, ജീവലോകത്തെ ഒന്നാകെ ഇല്ലാതാക്കാൻ കഴിവുള്ള അണുവായുധങ്ങളിലെ ഊർജവും ഇതുതന്നെ. ദൃശ്യമായതെല്ലാം നിന്നിലലിഞ്ഞ് പുനഃസൃഷ്ടി തേടുകയല്ലേ എന്ന് കവി ചോദിക്കുന്നു. ദ്രവ്യവും ഊർജവും ഒന്നിൻ്റെ തന്നെ രൂപഭേദങ്ങളാണെന്ന ശാസ്ത്രതത്വം കാവ്യാത്മകമായി അവതരിപ്പിക്കുന്നു ഇവിടെ. ആൺമയിലിന് ചന്തം ചാർത്തുന്നതും ആൺകുയിലിന് ശബ്ദമാധുരി നൽകുന്നതും അന്തിവിണ്ണിൻ്റെ മുറ്റത്ത് 1000 നക്ഷത്രങ്ങളെ കൊളുത്തി വയ്ക്കുന്നതും എനിക്ക് ഓജസ്സും അവൾക്ക് ചന്തം ചാർത്തുന്നതും ഒരേ ശക്തി തന്നെയല്ലേ എന്ന് കവി എഴുതുന്നു. രത്നാകരൻ എന്ന കാട്ടാളനെ ഒരു മൺപുറ്റിനുള്ളിൽ വെച്ച് വാത്മീകിയാക്കി മാറ്റിയ, ഒരു മുക്കുവ കിടാത്തന് അന്യാദൃശമായ കഴിവുകൾ നൽകി വ്യാസൻ എന്ന മഹാകവിയാക്കി മാറ്റിയ, അനാദികാലം മുതൽ ഇക്കാലം വരെ നമ്മളെ ഓരോരുത്തരെയും ഭരിക്കുന്ന ഈ ദിവ്യ പ്രപഞ്ച വിധാനത്തെ അഗ്നിയായി കണ്ടു പൂജിക്കുകയാണ് കവി. ആദിരാവിൻ്റെ അനാദി പ്രകൃതിയിൽ ആരംഭമിട്ടോരസംസ്കൃത ചിന്തയിൽ നീറി ഉറഞ്ഞു മുടഞ്ഞു മുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സനാതന കാലമതിൻ്റെ ചതുമ്പലെരിഞ്ഞൊരു നാളമുയർന്നു തെളിഞ്ഞതാണഗ്നി നീ. സൂര്യചക്രത്തിലൊതുങ്ങി വിളങ്ങിയ വീരരസത്തെ പകർന്നു കൊടുക്കയാൽ തൻ കരൾ കൊത്തി വിഴുങ്ങുവാനെത്തുന്ന വൻകഴുകന്റെ ചിറകടിയേൽക്കിലും ഞെട്ടാതെ തമ്യമായി തൽസിരാചക്രത്തിൽ അത്ഭുതവീര്യമായി നിന്നതാണഗ്നി നീ. പഞ്ചേന്ദ്രിയങ്ങൾ അറുത്തു ഹോമിച്ചതാം വഞ്ചിതാജ്വാല തൻ ഗ്രീഷ്മാന്തരത്തിലും നന്മയും തിന്മയും സ്നേഹമോഹങ്ങളും ഒന്നായുറയുന്ന മഞ്ഞുകാലത്തിലും വൻ തപം ചെയ്തമരത്വം ലഭിക്കുന്ന സഞ്ചിത പുണ്യ പരിപാകമഗ്നി നീ. എന്നയലത്തെ പടിപ്പുര കാത്തിടുമെണ്ണ വിളക്കിൻ തിരിയുട നാമ്പിലായി മഞ്ഞിൻ കുളിർമയും ഓർമ്മതൻ തുമ്പിലെ മന്ദസ്മിതവുമായി നിൽക്കും വെളിച്ചമേ, ആ വെളിച്ചത്തിൻ്റെ നേരിയ സൗഹൃദമാധുരിയൂറി വരുന്നതുമഗ്നി നീ. കണ്ണുനീർ ദീർഘനിശ്വാസമായി മാറ്റിയും കാളമേഘത്തെ കടലാക്കി മാറ്റിയും കല്ലും മലകളും കല്ലോലമാക്കിയും കാലപ്രവാഹ കളഗീതി പാടിയും ഉഗ്രസമാസ്മര വിദ്യുല്ലതിക പോൽ കത്തി നിൽക്കുന്ന മഹാശക്തിയാണു നീ. കത്തി നിൽക്കുന്ന മഹാശക്തിയാണു നീ.
പണ്ടുകാലത്തു മറന്നിട്ടു പോന്നൊരു സംഹാര രാക്ഷസ ശക്തിശാപങ്ങളെ ഒന്നിച്ചുകൂട്ടി ജ്വലിപ്പിച്ചു മാനവജന്മത്തിനുഗ്രവിപത്തായി വരുന്ന നീ കണ്ണിമയ്ക്കുന്നതിൻ മുൻപിലീ വിശ്വങ്ങൾ വെണ്ണീറിടും അണുസ്ഫോടനമായിടാം. ഖാണ്ഡവമെത്ര ദഹിച്ചു നീ, കൗരവ പാണ്ഡവരാജ്യങ്ങൾ എത്ര ദാഹിച്ചു നീ. സൂര്യാന്വയങ്ങളും ചന്ദ്രാന്വയങ്ങളും ആര്യപുരാതനത്വത്തിൽ ഹോമിച്ചു നീ. മായാവിവശതമായവ പിന്നെയും ഓരോ തരം പുനഃസൃഷ്ടി മോഹിക്കയാം. ആൺമയിൽ പീലിയിൽ മാരിവിൽ ചാർത്തി നീ, ആൺകുയിൽ കണ്ഠം പ്രണയാർദ്രമാക്കി നീ. അന്തിവിൻ മുറ്റത്തൊരായിരം കൈത്തിരിത്തുമ്പും നനച്ചു കൊളുത്തി നിരത്തി നീ. ഇന്നെനിക്കോജസ്സു തന്നു നീ എൻ്റെ ഈ പെണ്ണിനൊരോമനച്ചന്തം വരുത്തി. പുറ്റിനകത്തെ രസതന്ത്ര വിദ്യയാൽ ദുഷ്ടനാം കാട്ടാളനെ കവിയാക്കിയും ദൃഷ്ടപൂർവങ്ങളല്ലാത്തോരനുഭവ സിദ്ധികൾ മുക്കുവക്ടാത്തനു നൽകിയും സൃഷ്ടിയും സംഹാരവും ഒരുമിപ്പിച്ച് വൃഷ്ടിയും വേനലും കൂട്ടിക്കൊരുത്തു നീ. ആദിരേതസായി അനാദ്യന്ത വീചിയായി പ്രാചിപ്രതീചി പ്രണയപ്രതീകമായി ഈറ്ററ തൊട്ടു ചുടലക്കളം വരെ കൂട്ടുമറുക്കാതെ എന്നിഷ്ടതോഴനായി എന്നെയും നിന്നെയും ഒപ്പം ഭരിക്കുന്ന ദിവ്യപ്രപഞ്ചവിധാനമാണഗ്നി നീ. ദിവ്യപ്രപഞ്ച വിധാനമാണഗ്നി നീ. ദിവ്യപ്രപഞ്ച വിധാനമാണഗ്നി നീ. വന്ദനം വന്ദനം പാർമെത്തും ദ്രാവിഡ നന്ദിനിയായി വളർന്ന ഭാഷേ. വന്ദനം വന്ദനം ചിത്തം കവർന്നിടും ചന്ദനാമോദം കലർന്ന ഭാഷേ.